കർക്കിടക മാസത്തിൽ ഉത്തര കേരളത്തിൽ വേറിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ആടിവേടന്മാരുടെ എഴുന്നള്ളിപ്പ്. പന്നമാസത്തിലെ ദുരിതങ്ങൾ അകറ്റാൻ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ആടിവേടന്മാർ നാടു ചുറ്റുകയാണ്. റിപ്പോർട്ട് കാണാം. ഉത്തര മലബാറിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസ സങ്കല്പങ്ങളിൽ ഏറെ കൗതുകമുണർത്തുന്നതാണ് ആടിയും വേടനും. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെ ദാർശനികമായ സന്ദേശമാണ് ആടിവേടന്മാരിലൂടെ പകർന്നു നൽകുന്നത്. പഞ്ഞമാസം എന്നറിയപ്പെട്ടിരുന്ന കർക്കടകത്തിൽ മാരിയും ദുരിതവും അകറ്റുന്നതിനായി ശിവപാർവതി സങ്കല്പത്തിൽ കെട്ടിയാടപ്പെടുന്നതാണ് ആടിവേടന്മാർ. കർക്കടകത്തിലെ ആദ്യ പകുതിയിൽ വേടനെ കെട്ടിയാടുമ്പോൾ രണ്ടാം പകുതിയിൽ ആടിയെയും കെട്ടിയാടുന്നു. കർക്കടക സംക്രമം മുതൽ 16-ാം നാൾ വരെയാണ് ഞങ്ങൾ വേടൻ ഈ നാട്ടിൽ ചെയ്യാറ്. 16-ന് ശേഷം ആടി ആണ് കെട്ടിയാടാറുള്ളത്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് അർജുനൻ പാശുപതാസ്ത്രം ലഭിക്കാൻ വേണ്ടി ഒരു തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരമശിവൻ ആ പരീക്ഷണം എന്ന പോലെ ഈ അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നു. രണ്ടാളും കൂടെ വാക്ക് തർക്കം ഉണ്ടാവുന്നു, യുദ്ധങ്ങൾ വരെ ഉണ്ടാവുന്നു. അങ്ങനെ ഒടുവിൽ ഇത് പരമശിവനാണെന്ന് അർജുനൻ മനസ്സിലാക്കി സാഷ്ടാംഗം പ്രണമിച്ചു, വരങ്ങൾ കൊടുത്തു, പാശുപതാസ്ത്രം കൊടുത്തു. അതിനുശേഷം പരമശിവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ ഈ പിണികളെല്ലാം ഒഴിവാക്കാൻ മാറ്റി അനുഗ്രഹത്തെ ചൊരിഞ്ഞു എന്നാണ് അർത്ഥം. കൂടെ പാർവതിയും വീടുകൾ കയറി ദുഃഖവും ദുരിതവും അകറ്റി അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് വിശ്വാസം. ഓരോ ദേശത്തിൻ്റെയും ആചാരങ്ങൾക്കനുസരിച്ച് ഗൃഹനാഥ പ്രത്യേക പൂജകൾ ചെയ്തുകൊണ്ടാണ് ആടിവേടന്മാരെ സ്വീകരിക്കുന്നത്. വേടൻ സാധാരണ ചെറിയ കുട്ടികളാണ് സാധാരണ കെട്ടും. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമുദായത്തിൽ ആദ്യം ഈ തലപ്പാളി എന്ന് പറഞ്ഞ 21 ഗുരുക്കന്മാരെ സങ്കല്പിച്ചുകൊണ്ട് തലപ്പാളി എന്ന് പറഞ്ഞ് ഒന്ന് കെട്ടാറുണ്ട്. അതാണ് ഇതിൻ്റെ പ്രധാന സംഗതി. അപ്പോൾ അത് ആദ്യം കെട്ടുന്നത് ഈ വേടൻ ആണ് ആദ്യം കെട്ടുക. ആടിവേടന്മാരുടെ കഥാസന്ദർഭങ്ങളെ തോറ്റത്തിലൂടെ ചൊല്ലിക്കേൾപ്പിച്ചുകൊണ്ടാണ് വാദ്യവൃന്ദത്തോടൊപ്പം വീടുകൾ കയറി ഇറങ്ങുന്നത്. പൈതൃകം സംരക്ഷിക്കുക എന്നത് പഴയ ആചാരങ്ങൾ ആവർത്തിക്കുക മാത്രമല്ല, അവ നൽകുന്ന മൂല്യങ്ങളെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക കൂടിയാണ്. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റുന്നതിന് വേണ്ടി ഉത്തര കേരളത്തിലെ ഈയൊരു ആചാരം ഇന്നും വളരെ സമൃദ്ധമായി തുടരുകയാണ്. കണ്ണൂർ പുഴാതിയിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.